അപ്പോൾ താങ്കൾ പലപ്പോഴും വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ സമീപിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഡെമി ഗോഡ്സിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ മനോരമയ്ക്ക് വേണ്ടി തന്നെ 50 വർഷത്തെ ഏറ്റവും വലിയ വ്യക്തിത്വത്തെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ മാതാ അമൃതാനന്ദമയിയാണ് തെരഞ്ഞെടുത്തത്. ഏറ്റവും ഒടുവിൽ താങ്കൾ കൽക്കട്ടയിൽ പോയപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസനെയും സ്വാമി വിവേകാനന്ദനെയും സ്വപ്നം കണ്ടു എന്ന് ഞാൻ വായിക്കുകയും ചെയ്തു. ഇതെങ്ങനെയാണ്? ഇതിലൊരു വൈരുദ്ധ്യമില്ലേ? അല്ല, ഡെമി ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും മാതാ അമൃതാനന്ദമയോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണന്റെ പരമഹംസരുടെ ഫോട്ടോ നോക്കി പൂജ ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മാതാ അമൃതാനന്ദമയെ പറ്റി പറഞ്ഞത് കഴിഞ്ഞ 30 വർഷമായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ഏതാണ്ട് 10-12 വയസ്സുള്ളപ്പോൾ, അപ്പം അതിൽ കൂടുതലായി, അപ്പം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അന്ന് സുധാമണി എന്നാണ് അമ്മയുടെ പേര്. ഞാൻ അതിൽ എഴുതിയിരുന്നത് ഈ ഒരു മനുഷ്യന്റെ സോൾ, ഒരു ക്വാളിറ്റി ഓഫ് സോൾ അങ്ങനെ റിഫൈൻ ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ അവരിൽ കണ്ടത്. എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെയുള്ള അമ്മയെക്കുറിച്ച് എനിക്കറിയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആലിംഗനം ചെയ്ത സ്ത്രീയാണ്, അല്ലേ? ഒരു ഹഗിങ് സെന്റ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് പണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അല്ലേ? ഇപ്പൊ സുനാമി വന്നു, 100 കോടി രൂപ കൊടുക്കുക, 5000 വീടുകൾ ഉണ്ടായെടുക്കുക, ഇതൊന്നും സാധാരണ ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ആ ക്വാളിറ്റി ഓഫ് സോൾ എന്ന് പറയുന്നത് റിഫൈൻ ചെയ്ത് ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ